ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. പേരും പെരുമയ്ക്കും വേണ്ടി എന്തെല്ലാമാണ് ഈ ലോകത്തിൽ മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത്. ചില ആളുകൾക്ക് ധനമുണ്ടാകണം, ചില ആളുകൾക്ക് പേരെടുക്കണം, ചില ആളുകൾക്ക് ഭൂമി മുഴുവൻ കൈക്കലാക്കണം എന്നിത്യാദി ചിന്തകളിൽ മാത്രം ജീവിതം മുഴുകിക്കഴിയുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതയ്ക്ക് പകരം അസ്വസ്ഥത മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്താണ് ഇതിന് കാരണം? അവർ നേടിയ വസ്തുക്കൾക്ക് ഒന്നിനും തന്നെ നമുക്ക് സുഖത്തെയും സമാധാനത്തെയും തരാൻ കഴിയുകയില്ല. അതിനാൽ ഒരു കവി പറയുകയാണ്, കീർത്തിയാലെന്താ നിനക്കൂ ധന, പൂർത്തിയാലെന്താണ് രാജ്യത്താൽ എന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിടുകാത്മാവെ ആശയടക്കി. കീർത്തിയാലെന്താ? പല പേരും പെരുമയുമുള്ള വ്യക്തിയാണ്. നിനക്ക് കീർത്തി കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? നാലാൾ അറിയുന്നു, അവർ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതുകൊണ്ടെന്താ പ്രയോജനം? കീർത്തിയാലെന്താ നിനക്കു ധനപൂർത്തിയാലെന്താണ് രാജ്യത്താൽ എന്ത്? കുറേ ധനം സമ്പാദിച്ചു, കോടിക്കണക്കിൽ രൂപ ബാങ്ക് ബാലൻസ് നിക്ഷേപിച്ചിട്ടുണ്ട്. എന്താ അതുകൊണ്ട് പ്രയോജനം? രാജ്യം മുഴുവൻ കിട്ടി, കുറേ ഭൂമി തൻ്റേതാക്കി വെച്ചു. അതുകൊണ്ടും എന്താണ് പ്രയോജനം? കീർത്തിയാലെന്താ നിനക്കു ധനപൂർത്തിയാലെന്താണ് രാജ്യത്താൽ എന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിടുകാത്മാവെ ആശയടക്കി. കീർത്തിയുണ്ടായി, അനവധി രാജ്യം വാരിക്കൂട്ടി, അതുകൊണ്ടും തൃപ്തിപ്പെടുകയില്ല. വീണ്ടും വീണ്ടും വർദ്ധിപ്പിക്കണം എന്ന മോഹമായിരിക്കും. ആർത്തി നശിക്കണമെങ്കിൽ വീണ്ടും അത് കൂട്ടിയാൽ സംതൃപ്തിയുണ്ടാകും, സമാധാനമുണ്ടാകും എന്ന് കണക്കാക്കി അത് വർദ്ധിപ്പിക്കുന്ന ത്വരയാണ് മനുഷ്യൻ്റെ മനസ്സിൽ. അതുകൊണ്ടാണ് ആർത്തി നശിക്കണമെങ്കിൽ, ആ ആർത്തി നമുക്കില്ലാതാവണമെങ്കിൽ പാർത്തിടുകാത്മാവെ ആശയടക്കി, അത് വർദ്ധിക്കണമെന്ന ആശ അടക്കിക്കൊണ്ട് നിരന്തരം ആത്മവിചാരം ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ മാത്രമേ ആർത്തികളെല്ലാം ശമിക്കുകയുള്ളൂ. ആഗ്രഹങ്ങൾ പാടെ നശിക്കുമ്പോഴാണ് പരമമായ സുഖത്തിൻ്റെ ഉറവെടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ ആ ഉറവിടത്തിൽ നിന്നും ഉറവ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ അതൊരിക്കലും വറ്റാത്ത ഉറവയായിരിക്കും. അതെത്ര കണ്ട് നാം കൊടുക്കുന്നുവോ അത്ര കണ്ടത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. എന്ത്? ആനന്ദം, സന്തോഷം, സംതൃപ്തി. അത് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കൊഴുകും. അതായിരിക്കും മറ്റുള്ളവരിലേക്കും. അത് മന്ദഹാസത്തിൻ്റെ രൂപത്തിൽ, സന്തോഷത്തിൻ്റെ രൂപത്തിൽ അത് പുറത്തേക്ക് പ്രകടമാകുന്നു. സ്നേഹത്തിൻ്റെ സ്വരൂപമായി. സ്നേഹസ്വരൂപിയാണ് ഈശ്വരൻ എന്നതാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും വറ്റാത്ത നീരുറവയാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒഴുക്കിനെ തടയുന്നതാണ് ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അത് പണത്തിനോടാവാം, പദവിയോടാവാം, അതുപോലെ മറ്റ് വ്യക്തികളോടാകാം. അത് സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ എതിർവശമായിരിക്കുന്ന ശത്രുതാ മനോഭാവം കൂടി ഉടലെടുക്കും. സ്നേഹത്തിൻ്റെ വിപരീതമായിരിക്കുന്ന വെറുപ്പ് കയറിക്കൂടുന്നു. വെറുപ്പ് വരുന്നതോടുകൂടി ശത്രുതയുണ്ടാകുന്നു, മിത്രത്വം നഷ്ടപ്പെടുന്നു. മിത്രമെന്ന് കരുതിയവർ ശത്രുവായി മാറുവാൻ ഒരൊറ്റ വാക്ക് പിഴച്ചാൽ മതി. ഇപ്രകാരത്തിൽ എത്ര പെട്ടെന്നാണ് ശത്രുവിൽ നിന്നും മിത്രമാകാനും മിത്രത്തിൽ നിന്ന് ശത്രുവാകാനും സാധിക്കുന്നത്. എന്നാൽ ശത്രുവിൽ നിന്ന് മിത്രമായി മാറാൻ കുറേ സമയം പിടിക്കും. അതിന് ക്ലേശവും ത്യാഗവും വേണം.
എന്നാൽ മിത്രം ശത്രുവായി മാറാൻ ഒരൊറ്റ വാക്ക് മതി. അത് വളരെ വേഗത്തിൽ സാധിക്കും. ഒരു കിണറ്റിലേക്ക് എടുത്തു ചാടാൻ സെക്കൻഡുകൾ മതി. ആ കിണറ്റിൽ നിന്ന് കരയ്ക്ക് കയറണമെങ്കിൽ പിന്നെ എത്രയോ പണിയുണ്ട്. അപ്രകാരമാണ് മിത്രത നേടാൻ കുറേ ത്യാഗവും സ്നേഹവും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ശത്രുത നേടാൻ അപ്രിയമായ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി. കീർത്തിയാൽ എന്താ നിനക്കു, ധനപൂർത്തിയാൽ എന്താണ്, രാജ്യത്താൽ എന്ത്, ആർത്തി നശിക്കണമെങ്കിൽ മനമേ കീർത്തിച്ചിടുക നീ പരമ്പൊരുടനെ. കീർത്തിയാൽ എന്താ നിനക്കു, ധനപൂർത്തിയാൽ എന്താണ്, രാജ്യത്താൽ എന്ത്, ആർത്തി നശിക്കണമെങ്കിൽ നിത്യം പാർത്തിയിടുക ആത്മാവെ ആശയടക്കി. ആത്മാവിനെ നിരന്തരം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രമേ നമ്മുടെ ആർത്തി നശിക്കുകയുള്ളൂ.